ഇതുണ്ടോ MSIയുടെ ഈ ലാപ്ടോപ്പ് 1,00,000 പൗണ്ടിനാണ് കിടക്കുന്നത്. ഹലോ, അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ലാപ്പ് എടുക്കാൻ പോവാണ്. എനിക്കല്ല, എൻ്റെ ഒരു ഫ്രണ്ടിനാണ്. നമ്മൾ പോകുന്നത് കറീസിലാണ്, കറീസ് PC വേൾഡ്. ഇവിടുന്ന് ഒരു 10 മിനിറ്റോളം യാത്ര ഉണ്ട്. ഊബറിനാണ്. നടക്കാനാണെങ്കിൽ ഏകദേശം ഒരു 40 മിനിറ്റോളം ഉണ്ട്. അപ്പം അവിടെ പോയിട്ട് ലാപ്പ് എടുക്കണം. അസ്യൂസിൻ്റെ വിവോബുക്ക് 16 ആണ് നോക്കുന്നത്. അവിടെ പോയിട്ട് എന്തെങ്കിലും ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വേറെ നോക്കും, ഇല്ലെങ്കിൽ അത് മാത്രം നോക്കും. ഓക്കെ, അപ്പം ആ വീഡിയോട്ട് നമുക്ക് പോവാം. അപ്പം ഊബർ ബുക്ക് ചെയ്തു, 6 പൗണ്ട്, 10 മിനിറ്റത്തെ യാത്ര. കുറച്ച് മുമ്പേ 8 പൗണ്ട് കാണിച്ചായിരുന്നു കേട്ടോ. പിന്നെ ഒന്നുകൂടെ എടുത്ത് വെച്ച് നോക്കിയപ്പോൾ 6 പൗണ്ട് കണ്ടത്. ഓക്കെ, അപ്പം വണ്ടി ഇപ്പം വരുന്നുണ്ട്. ഏകദേശം ഒരു 3 മിനിറ്റാണ് കാണിക്കുന്നത്. അപ്പം അതെടുത്തിട്ട് നേരെ അങ്ങോട്ട് പോവാം. നമുക്ക് വേറെ അടുത്തൊന്നും ഇല്ല കേട്ടോ. PC ഇപ്പം മേടിക്കണമെങ്കിലോ അല്ലെങ്കിൽ ലാപ്പ് മേടിക്കണമെങ്കിലോ നമുക്ക് കറീസ് മാത്രമേ അടുത്തുള്ളൂ. അപ്പം കറീസ് മാത്രമേ അടുത്തുള്ളൂ. ഓക്കെ, അപ്പം അങ്ങോട്ട് പോവാം. £5 and £9. Yeah, it's £10. You want change? Yeah. Oh, I can put in your account if you want. If you have change, you can give. Otherwise, Yeah. it's fine. It's just... ഇപ്പം ക്രിസ്മസിൻ്റെ ആഘോഷമൊക്കെ തുടങ്ങി. ഇവിടെ മൊത്തം അലങ്കരിച്ച് വെച്ചേക്കാം. ഇവിടെ എല്ലാം നമുക്ക് എല്ലാ സെക്ഷൻ ഒന്ന് കാണാം. ഈ സ്കൂട്ടറിനൊക്കെ ലൈക്ക് 199, 249, 339. ഇത് കൊള്ളാം കേട്ടോ. അത്യാവശ്യം നമുക്ക് യാത്ര ചെയ്യാൻ പറ്റിയൊരു സാധനമായത്. ഞാനൊരു കാര്യം കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടോ, ലെഗോ, മറ്റേ നമ്മുടെ F1ൻ്റെ 22 പൗണ്ട്സ്. ഇത് ലംബോർഗിനി വരുന്നത് 44 പൗണ്ട്സ്. ഇത് കണ്ടോ, മറ്റേ ഇത് ഏതായത് ആസ്റ്റൺ മാർട്ടിൻ 54. ഇത് ഇസ് ഓൾസോ ലൈക്ക് ആസ്റ്റൺ മാർട്ടിനാന്ന് തോന്നുന്നു. അല്ല, ഇത് ഫെരാരിയ 54 പൗണ്ട്സ്. രസമുണ്ടല്ലേ. മറ്റേ ഇൻസ്റ്റൻറ്റ് ക്യാമറാസ് വലിയ റേറ്റ് ഇല്ല കേട്ടോ, 74. ഇതിനൊക്കെ വില ഉണ്ട് കേട്ടോ, 169. ഇതിനാണ് ഏറ്റവും കൂടുതൽ വില. ഇത് ഇൻസ്റ്റാ മിനി ഇവോ എന്ന് പറഞ്ഞ സാധനം കേട്ടോ. എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ഓസ്മോടെ മറ്റേ പോക്കറ്റ് 3 ഉണ്ടല്ലോ, അത് എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. കാരണം വ്ലോഗ് ചെയ്യാൻ പറ്റിയൊരു സാധനം ഇവിടെ ഇരിപ്പുണ്ട്. എൻ്റെ വില എന്ന് പറഞ്ഞാൽ 580 പൗണ്ടാണ്. ഇതാണ് ഓസ്മോ പോക്കറ്റ് 3. കുഞ്ഞ് സാധനം, കയ്യിൽ നമ്മുടെ ഫോണിൻ്റെ വലിപ്പം പോലും ഇല്ല. ഇതെടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലായിരുന്നു കുറച്ച് മുമ്പേ, അതായത് ഓസ്മോ പോക്കറ്റ് 3 അല്ലാതെ ഞാൻ വേറെ നോക്കുന്നൊരു ക്യാമറ എന്ന് പറഞ്ഞാൽ ആക്ഷൻ 5 Pro ആണ്. DJയുടെ ആക്ഷൻ 5 Pro ആണ്. ഇതാണ് സാധനം. ലൈക്ക് നമ്മുടെ കോപ്ര പോലത്തെ സാധനമാണ്. ഇതിൻ്റെ ക്രിയേറ്റർ കോംബോ ആണ് നോക്കുന്നത്. ഇതിൻ്റെ പക്ഷേ വില ഇവിടെ കൊടുത്തിട്ടില്ല, എത്രയാണെന്ന് കൊടുത്തിട്ടില്ല. LGയുടെ OLG TV ബ്രാവിയ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ബ്രാവിയ നൈസ്. ബ്രാവിയുടെ റേറ്റ് വരുന്നത് 949 പൗണ്ട്, ഏകദേശം 1,10,000 സംതിങ് TVയുടെ റേറ്റ് വരുന്നത്. ഞാൻ ഏതെടുക്കണമെന്ന് കൺഫ്യൂഷനാണ്, കാരണം കുറേ ലാപ്സ് ഉണ്ട്. എൻ്റെ ഫ്രണ്ടിനാണെങ്കിൽ ലൈറ്റ് വെയിറ്റ് ലാപ്പ് മതി. അപ്പം അസ്യൂസിൻ്റെ വിവോബുക്ക് എന്ന് പറഞ്ഞാൽ കുറച്ച് വെയിറ്റ് ഉള്ള, ഏകദേശം 1.25 കിലോ ഉണ്ട്. 2 കിലോ അടുത്ത് വരും, നമ്മുടെ ചാർജറും കൂടെ ഉൾപ്പെടെ. അപ്പം അവരോട് സജഷൻ ചോദിച്ചിട്ട് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ലാപ്പ് നമുക്ക് ഓഫറിന് കിട്ടുന്ന ഏതാണെന്ന് വെച്ചാൽ എടുക്കാമെന്ന് വെച്ചിരിക്കുന്നു. ഓക്കെ, നോക്കട്ടെ. ഏകദേശം അരമണിക്കൂറായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക. ലാപ്ടോപ്പ് സെക്ഷനിൽ ആളില്ല, പുള്ളി അവിടെ പോയേക്കുക. അപ്പം അസ്യൂസിൻ്റെ വിവോ ബുക്കല്ല, ലെനോവോയുടെ ഐഡിയ പാഡാണ് നോക്കിയത്.
കാരണം അതിനെന്തോ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏകദേശം 500 പൗണ്ടിന് അടുപ്പിച്ച് നമുക്ക് ലെനോവോയുടെ ഐഡിയ പാഡ് കിട്ടും. കുഴപ്പമില്ല, നല്ല അത്യാവശ്യം സ്പെക്കും കാര്യങ്ങളുണ്ട്. എന്തായാലും എൻ്റെ ഫ്രണ്ടിനായാലും നോർമൽ യൂസേ ഉള്ളൂ, അപ്പം അത് ധാരാളമാണ്. അപ്പം അതെടുക്കാമെന്ന് വിചാരിച്ച് പുള്ളിയെ വെയിറ്റ് ചെയ്തിരിക്കുക. ഞാനിപ്പോൾ ഒരു സാധനം കണ്ടു, അതെനിക്ക് കറക്റ്റാണോന്ന് എനിക്കറിയത്തില്ല. ഞാനത് കാണിക്കാം. ഇനി അതും ബഗ് വല്ലതും ആണോ എന്നറിയത്തില്ല, എങ്കിലും ഞാൻ കാണിക്കാം. ഇതുണ്ടോ, MSIയുടെ ഈ ലാപ്ടോപ്പ് 1,00,000 പൗണ്ടിനാണ് കിടക്കുന്നത്. മന്ത്ലി 4,458. ഇതെന്താ എത്രയോന്ന് എനിക്കറിയത്തില്ല. ഇത് MSIയുടെ കറ്റാന A15 ആണ്. ഗെയിമിംഗ് ലാപ്ടോപ്പ് റൈസൺ ഒരൈഡിയ ഇല്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇടുക, അല്ലെങ്കിൽ പറയുക ഇതെന്ത് ഇത്രയും കോസ്റ്റ്ലിന്ന്. എന്നാലും ഭയങ്കര കോസ്റ്റാണ്. 1,00,000 പൗണ്ടെന്ന് പറയുമ്പോൾ തന്നെ എത്ര രൂപയായി? കോടികളായില്ലേ? വേറെ സംഭവം ഉണ്ടായി. നമ്മൾ നോക്കി വെച്ച ലാപ്പ് ഈ സ്റ്റോറിലില്ല. അത് കോവൻട്രിയിലുള്ള വേറെ ഒരു സ്റ്റോറിലാണ് ഉള്ളത്. ഓക്കെ, അവിടെ 3 പീസ്, ഇവിടെ 0 പീസേ ഉള്ളൂ. അപ്പോൾ ഇനി അങ്ങോട്ട് പോകണം. ഇവിടുന്ന് ഏകദേശം 10 മിനിറ്റ് യാത്ര പിന്നെ ഉണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവാം, കാരണം സാധനം വേണമെങ്കിൽ അവിടെ പോകണം. അത് ഒരു ടാസ്ക്കായിപ്പോയി, കാരണം ഏകദേശം ഒരു മണിക്കൂറോളം വെയിറ്റ് ചെയ്തു. അവർ വന്നിട്ട് ഇപ്പോഴാണ് പറഞ്ഞത് അങ്ങോട്ട് പോകണമെന്ന്. കുഴപ്പമില്ല, പോവാം. വീണ്ടും ഒരു പ്രശ്നമുണ്ട്. നമ്മൾ ലാപ്പ് ചേഞ്ച് ചെയ്തു. ലെനോവയുടെ നേരത്തെ ഇതല്ലായിരുന്നു, ഐഡിയ പാഡല്ലായിരുന്നു. ഇപ്പം നമ്മൾ എടുക്കാൻ പോകുന്നത് ലെനോവയുടെ യോഗ സ്ലിം 7 ഓഫറുണ്ട്. അതാകുമ്പം കുഴപ്പമില്ല, OLED ഡിസ്പ്ലേ ഒക്കെ നൈസാണ്, അത്യാവശ്യം കോമ്പാക്റ്റാണ്, അത്രയും വെയിറ്റ് ഇല്ല. അപ്പോൾ അതെടുക്കാമെന്ന് വിചാരിച്ചു. പണ്ടാണ്ട് പറഞ്ഞിട്ടില്ലേ, നമ്മൾ ചിന്തിക്കുന്നതല്ല ചിലപ്പോൾ നടക്കുന്നതെന്ന്. ഞാൻ ആ വീഡിയോയുടെ ആദ്യം പറഞ്ഞ പോലെ തന്നെ അസ്യൂസിൻ്റെ വിവോ ബുക്ക് മേടിക്കാൻ വേണ്ടിയാണ് വന്ന് കണ്ട് വിവോ ബുക്ക് ഇഷ്ടപ്പെട്ടില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയത് ഐഡിയ പാഡും ഇവിടെ സ്റ്റോക്ക് ഓഫറില്ല. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത വന്നെന്ന് പറഞ്ഞാൽ യോഗ 7. 3 ലാപ്ടോപ്പ് യോഗ 7 നമ്മൾ ഫിക്സ് ചെയ്ത്. എന്തായാലും കൊള്ളാം. ഇവിടെ ഒരു VR സാധനം ഇരിപ്പുണ്ട്, ഞാൻ കാണിക്കാം. സാധനം കൊള്ളാം കേട്ടോ. ഗെയിം കളിക്കാൻ നൈസായിരിക്കും. ഗെയിം കളിക്കാനായാലും സിനിമയെ കാണാൻ വേണ്ടി നൈസായിരിക്കും. അതിനകത്ത് സിനിമ കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ഗെയിം കളിക്കാൻ പറ്റും. അടിപൊളി. റോഗിൻ്റെ എക്സ്ബോക്സ് അലേ ഇരിക്കുന്നു, നൈസല്ലേ? Excuse me, you can go for that actually. The slim set. Which one? The Ultra 5 one? Ultra 5, yeah. Yeah, sure. സാധനം മേടിച്ചു. എന്താ യോഗ 7. എന്തായാലും കൊള്ളാം. ഞാൻ മറ്റേ ലാപ്ടോപ്പിൻ്റെ കാര്യം കാണിച്ചില്ലായിരുന്നു, മറ്റേ ഏതാ 1,00,000 പൗണ്ടിൻ്റെ. അതെന്തോ ബഗ്ഗായിരുന്നു കേട്ടോ. ഞാൻ ആ പുള്ളിയോട് ചോദിച്ചു, പുള്ളി പറഞ്ഞു പുള്ളിക്കും ബഗ്ഗാന്ന് തോന്നി. പുള്ളി ഒന്ന് ചെക്ക് ചെയ്തപ്പോഴാണ് മനസ്സിലായത് 1,000 പൗണ്ടേ ഉള്ളൂ, 444 പെർ മന്ത്. ഓരോരോ ബഗ്ഗുകളെ. ഗായ്സ്, 5:30 ആയതേ ഉള്ളൂ, മൊത്തം ഇരുട്ടി. എന്താ ചെയ്യുക? ഇവിടെ വന്നു കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ അൽദിയിലോട്ട് പോകും കേട്ടോ. അൽദിയിൽ അത്യാവശ്യം വെജിറ്റബിളിനും പച്ചക്കറിക്കും പഴത്തിനും ഒക്കെ അത്യാവശ്യം പൈസ കുറവാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകും. അവിടെ പോയിട്ട് സാധനം മേടിച്ചിട്ട് നേരെ റൂമിൽ വെച്ചിട്ട് ഇത് അൺബോക്സിങ് ചെയ്യാം. യോഗ സ്ലിം 7. അങ്ങനെ 2 ലാപ്ടോപ്പിന് ശേഷമാണ് നമ്മൾ ഇത് ഫിക്സ് ചെയ്യുന്നത്. ഒന്നാമത്തെ അസ്യൂസിൻ്റെ വിവോ ബുക്ക്, രണ്ടാമത്തെ ലെനോവയുടെ ഐഡിയ പാഡ്. ഇത് നല്ലൊരു ഡീലായിരുന്നു കേട്ടോ. ഏകദേശം 849 പൗണ്ട് അതിൻ്റെ വില. നമുക്ക് 300 പൗണ്ട് കുറച്ച് 549 പൗണ്ടിന് കിട്ടി. അതും ബ്ലാക്ക് ഫ്രൈഡേ സെയിൽ. നമ്മൾ ചെന്ന ദിവസം തന്നെ ബ്ലാക്ക് ഫ്രൈഡേ സെയിൽ സ്റ്റാർട്ടായി കേട്ടോ. എന്തായാലും കൊള്ളാം. ഈ ലാപ്ടോപ്പ് ഗ്രേയിലാണ് വരുന്നത്. ഇതിൻ്റെ സ്പെക്കിനെ കുറിച്ച് പറയുമ്പം 16 GB റാം, 512 GB SSD, OLED ഡിസ്പ്ലേ, ഗ്രാഫിക്സ് കാർഡ് ഷോകമാണ്. കാരണം ഏകദേശം 128 MB ഉള്ളൂ. കാരണം ഇതൊരു ഗെയിമിംഗ് ഡിവൈസ് അല്ല. ഇതൊരു ഓഫീസ് അല്ലെങ്കിൽ ഒരു സ്റ്റുഡൻറ്റ് അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടി ഉള്ള ഒരു ഡിവൈസാണ്. ഞാനത് ഉപയോഗിച്ച് നോക്കി, കൊള്ളാം. അത്യാവശ്യം ഹീറ്റിങ്ങോ കാര്യങ്ങളൊന്നുമില്ല. ഇതിൻ്റെ വെയിറ്റ് പറയുന്നത് 1.3 കിലോ ആണ്. വിത്ത് ചാർജർ മാക്സിമം 1.5 കിലോ വരാം. ഓക്കെ, അപ്പം ഇതൊരു റിവ്യൂ അല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊരു ഫസ്റ്റ് ഇംപ്രഷനാണ് എൻ്റെ, എങ്ങനെയാണ് ഈ ലാപ്ടോപ്പ്, എന്താണ് ഈ ലാപ്ടോപ്പ് എന്നുള്ളത്. ഓക്കെ,
കഴിഞ്ഞ ദിവസം എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അൺബോക്സ് ചെയ്യുന്നതിൻ്റെ. അപ്പം അതൊക്കെ ഉള്ളൂ ഈ വീഡിയോ. അപ്പം ഒരു ഔട്ട്രോ എടുത്തേക്കാന്ന് വെച്ചു. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വീഡിയോസ്, അതായത് ഈ ലാപ്പിനെ കുറിച്ചുള്ള കൂടുതൽ വീഡിയോസ് വേണമെങ്കിൽ ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്താം. ഓക്കെ, അപ്പം അത്രയൊക്കെ തന്നെ ഉള്ളൂ വീഡിയോ. ഇനിയും നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. ശരിയാണ്, കാണാം.